ഗേറ്റിൽ പടപട എന്ന ശബ്ദം കേട്ടിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി വന്നത്. ദേ ആലിപ്പഴം വീണുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് നേരം മഴയത്ത് കളിച്ചു. ദെൻ കുളിച്ച് റെഡി ആയിട്ട് ഇതാ ശ്രീകുട്ടന് വാങ്ങിച്ച ബുക്കുകളൊക്കെ ഒന്ന് നോക്കുകയാണ്. ടെക്സ്റ്റ് ബുക്കുകൾ കുറച്ചേ വന്നിട്ടുള്ളൂ, പക്ഷെ അത് വാങ്ങിച്ചു. പിന്നെ നോട്ട്സിന് പകരം നമുക്ക് ഫയൽ ആയതുകൊണ്ട് തന്നെ അത് വാങ്ങിച്ചു കേട്ടോ. ഇപ്രാവശ്യം സ്കൂളിൽ തന്നെ കൊടുക്കുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഞാൻ കുത്തിയിരുന്ന് ഓരോ പേപ്പറും വെച്ച് പിൻ ചെയ്ത് ബ്രൗൺ കവർ ഇട്ട് ടാസ്ക് ആയിരുന്നു. എന്തായാലും ഇപ്രാവശ്യം സ്കൂളിൽ അത് കൊടുക്കുന്നുണ്ട്. പിന്നെ യൂണിഫോം വാങ്ങിച്ചു, കാരണം അവന് പാൻസ് ആണ് ഇപ്രാവശ്യം. അപ്പോൾ യൂണിഫോമും 2 ജോഡി വാങ്ങിച്ചു. എന്നിട്ട് ഇന്ന് തന്നെ സ്റ്റിച്ച് ചെയ്യണമെന്ന് പറഞ്ഞ് രക്ഷേട്ടനെ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് രാവിലെയാണ് പിന്നെ ഞാൻ കണ്ണു തുറക്കുന്നത്. നേരെ ബ്രഷ് ചെയ്തു, എന്നിട്ട് ഒരു ഗ്ലാസ് ചായ കുടിച്ചു. നിങ്ങൾ നോർമലി എങ്ങനെയാണ് ചെയ്യുക? ചായ കുടിച്ചിട്ടാണോ ബ്രഷ് ചെയ്യുക? ബ്രഷ് ചെയ്തിട്ടാണോ ചായ കുടിക്കുക? ഞാൻ ബ്രഷ് ചെയ്തിട്ടേ ചായ കുടിക്കാറുള്ളൂ കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ പേപ്പർ വായിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി സ്ഥാനം ഏറ്റെടുക്കാൻ പോവുകയാണ്. കേരളത്തിനും സ്വന്തമായിട്ടൊരു മുഖ്യമന്ത്രിയൊക്കെ ആയി എന്നുള്ളത് സന്തോഷം. അതിനുശേഷം ഞാൻ നെയിലൊക്കെ ഒന്ന് ട്രിം ചെയ്തു കേട്ടോ. കാരണം ബുക്സിൻ്റെ സെഷനിലാണ് ഇപ്പം ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഈ ബുക്സ് എടുത്തു കൊടുക്കുമ്പോൾ അതിലെ പ്രിൻ്റൊക്കെ കയ്യിൽ പറ്റി നഖത്തിലൊക്കെ അഴുക്കാവുക. അപ്പം അതുകൊണ്ട് തന്നെ വേഗം നഖം വെട്ടി സെറ്റാക്കിയിട്ടുണ്ട്. അതിനുശേഷം സന്തോഷ് സാറ് തന്ന എണ്ണ ഉപയോഗിച്ച് തലയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് തലയങ്ങ് കെട്ടിവെച്ചു. കുറച്ച് നേരം തലയിൽ ആ എണ്ണ അങ്ങ് ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് അടിച്ചു വാരാമെന്ന് വിചാരിച്ച് ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഭയങ്കരമായി ടയേർഡായി. കുറച്ച് വെള്ളവും കുടിച്ച് ഞാൻ വേഗം തന്നെ കുളിക്കാനായിട്ട് പോയിട്ടോ. കുളിച്ച് ഡ്രസ്സ് മാറ്റി ഇപ്പോൾ മേക്കപ്പൊക്കെ ചെറുതായിട്ട് ചെയ്തിട്ടുണ്ട്. മുടി കുറച്ച് വെറ്റായിരുന്നതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ പരത്തിയിടാമെന്ന് വിചാരിച്ചു. എന്നിട്ട് പോയി ഫുഡ് കഴിച്ചിട്ട് വന്നു. ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി. അങ്ങനെ പരത്തി ഇട്ടിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ കെട്ടിവെച്ചു കേട്ടോ. എന്നിട്ട് വണ്ടി പോകുമ്പോൾ വീണ്ടും അഴിച്ചിട്ടു. അങ്ങനെ ഞാൻ സ്കൂളിലേക്ക് ഇറങ്ങുകയാണ് ഗൈസ്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ, മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.